മോഡേൺ യോക്ക് ഫ്രോക്ക് ആണ് ഇന്ന് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ 1.5 മീറ്റർ തുണിയാണ് എടുത്തിരിക്കുന്നത്. നമ്മളിന്ന് മടക്കുന്നത് എങ്ങനെ നോക്കാം. രണ്ടായിട്ട് മടക്കിയിട്ട് നമ്മൾ ക്രോസ് ആക്കി ഇടേണ്ടതാണ്. ഈ പോയിന്റിൽ നമുക്കൊരു 7-8 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം. ഞാൻ 8 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഒരേ ഷേപ്പിലെടുത്ത് 8 ഇഞ്ച് വീതം വെച്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് ഈ എൻഡിൽ നിന്ന് ഇതുവരെ നമുക്ക് 22 ഇഞ്ചാണ് കിട്ടിയത്. 22 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് 25ഓളം കിട്ടുന്നുണ്ട്. അപ്പോൾ 25ഓളമാണ് ഈ പോയിന്റിൽ മാർക്ക് ചെയ്യുന്നത്. ഇത് നമുക്കിത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഓപ്പൺ വന്ന ഈ പോയിന്റ് സെൻറ്ററായിട്ട് നമുക്ക് വെക്കേണ്ടതാണ്. ഇനി നമുക്കൊരു ആം ഹോൾ മാർക്ക് ചെയ്യണം. ഈ ആം ഹോൾ മാർക്ക് ചെയ്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫ്രണ്ട് പീസ് നമ്മൾ 1.5 ഇഞ്ചിൻ്റെ പീസ് വെച്ച് ഒരു പേപ്പർ സ്റ്റിഫാണ്. പേപ്പർ സ്റ്റിഫ് ഒട്ടിച്ച് നമ്മൾ അടിച്ച് മറിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ നല്ല വശത്തുനിന്ന് ചീത്ത വശത്തോട്ട് നമ്മൾ 2 ഭാഗങ്ങളിലും പീസ് വെച്ച് അടിച്ചാണ് മറിച്ചെടുക്കേണ്ടത്. 1.5 ഇഞ്ചിൻ്റെ ക്രോസ് പീസ് ഉപയോഗിച്ചാണ് നമ്മളിവിടെ ആം ഹോൾ ഫിനിഷ് ആക്കുന്നത്. നെക്കിന് വേണ്ടിയിട്ട് നമ്മൾ 2 ഇഞ്ചിൻ്റെതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പീസ് വെച്ച് നെക്ക് നമ്മൾ അടിച്ചെടുക്കുന്നതിനാണ് നമ്മളിത്. നെക്കിന് വേണ്ടിയാണ് ഈ പീസ് നമ്മൾ സ്റ്റിഫ് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. നമുക്കിനി ആദ്യം ഫ്രണ്ട് പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫ്രോക്കിൻ്റെ ഫ്രണ്ട് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഈ എൻഡ് വരെ നമുക്ക് ഓപ്പൺ കൊടുത്തിട്ട് ബാക്കി അടിയിലൊരു പീസ് വെച്ചാണ് അടിച്ച് പോയിരിക്കുന്നത്. ഇപ്പം നമ്മൾ വിളിമ്പിലാണെങ്കിൽ ലേസ് വെച്ചിട്ടുണ്ട്. കോളറിൻ്റെ പോയിന്റിൽ ഒരു ഫ്ലവർ തച്ച് വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ജീൻസ് പാൻറ്റിലൂടെ ടോപ്പായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ലെങ്ത് ഇത്തിരി ഇതിൽ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലെങ്ത് ആവശ്യത്തിന് കൂട്ടിയെടുക്കാവുന്നതാണ്. കൊച്ചു കുട്ടികൾക്ക് യോക്ക് ഫ്രോക്കായിട്ടും ഇത് ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ യോക്ക് ഫ്രോക്ക് തച്ച് ഫിനിഷ് ആയിട്ടുണ്ട്.